ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഞാൻ രാവിലെ പല്ല് തേച്ച് പോവാം. ഞാൻ എന്നും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ സിമ്പിൾ ഫേസ് വാഷ് ഇട്ടിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്യും കേട്ടോ. ഞാൻ ഇത് 2 നേരമാണ് യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് രാവിലെ പിന്നെ ഒന്ന് രാത്രി കടക്കാൻ നേരത്തും. ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫേസ് വാഷാണേ. നമ്മുടെ ഫേസിലെ ടാനും പിന്നെ ലൈക്ക് ഒരു ഡൽനെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫേസ് വാഷ് ഇട്ടാൽ പോകാറുണ്ട്. പിന്നെ നമുക്കത് അഫോർഡബിൾ ആണ് കേട്ടോ. ലൈക്ക് ഒരു 150 സംതിങ് ഒക്കെ ഉള്ളൂ ഇതിന്. ഞാനത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണേ. അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. സിമ്പിളിൽ നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഉണ്ട്. എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇത് കഴിയാനായിരിക്കും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് 3-ാമത്തെ മാസമാണ്. 3.5 മാസമായി ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 150 ml എൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷാണേ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്ത ലിപ് ബാം എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ലിപ് ബാമാണ്. ഇതെൻ്റെതല്ല, എൻ്റെ താത്താനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുകയാണ്. അയ്യോ, അതായത് ഇതും അവൾ യൂസ് ചെയ്തിട്ട് കുറേ ആയി. ലൈക്ക് ഒരു 400 സംതിങ്ങിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ലിപ് ബാം. നല്ലൊരു ബീട്രൂട്ട് ലിപ് ബാമിന് ബീട്രൂട്ട് വേരിയൻ്റ് ആണ്. നാച്ചുറൽ ബാസ്കിൻ നാച്ചുറൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡോ അതോ ഇനി എനിക്കറിയത്തില്ല. അടിപൊളിയാണ് കേട്ടോ. നമുക്കിത് ലിപ്സ്റ്റിക്കിൻ്റെ പകരം നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെർമോക്കോൻ്റെ ഹോണസ്റ്റ് ആൻഡ് സ്റ്റെയിൻ പെർസെൻറ്റേജ് ഫേസ് സിറമാണ്. ഇത് കോളേജൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിത് രാവിലെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് ഒരു ഇത് സാധാരണ നമ്മൾ ഈ സീറമൊക്കെ പുറത്ത് പോകുമ്പോൾ ഇടാതിരിക്കണമായിരിക്കും നല്ലത്. നന്നായിട്ടൊന്ന് ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തെന്ന് പറഞ്ഞൊരു സിറം ഡെർമോക്കോൻ്റെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോൺസിൻ്റെ ഒന്ന് യൂസ് ചെയ്തിരുന്നേ. പക്ഷെ അതങ്ങോട്ട് എഫക്റ്റീവ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇതിന് മുമ്പ് ഡാംഡോഗിൻ്റെ ഇതിൻ്റെ താത്താനെന്ന് പറഞ്ഞാൽ എൻ്റെന്ന് പറഞ്ഞാൽ താത്താന അങ്ങനെയല്ലേ. അയ്യോ, ഈ സിറം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് സ്കിന്ന് പോലെ ലൈക്ക് ഒരു ഓയിലിയാണോ ഗ്ലാസ് സ്കിന്നോ അതിൻ്റെ അതേപോലെ ഒരു ഫീൽ കിട്ടാറുണ്ട്. ഇതിന് മുമ്പ് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ ഫോക്സ് സ്റ്റൈലിൻ്റെ ഒന്ന് യൂസ് ചെയ്തിരുന്നു. അതെനിക്ക് തീരെ പറ്റിയില്ല. അതെന്തിനാണ് യൂസ് ചെയ്യുന്ന പോലും എനിക്കറിയത്തില്ല. കാരണം ലൈക്ക് നമുക്കത് അപ്ലൈ ചെയ്തിട്ടൊരു ഗുണവും നമ്മുടെ ഫേസിന് കിട്ടിയിട്ടില്ല സീറം അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷേ ഈ ഡെർമോക്കോൻ്റെ ഒരു 1 വീക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്കതിനുള്ള റിസൾട്ട് കിട്ടും. നന്നായിട്ടൊന്ന് ഫേസിൽ അബ്സോർബ് ചെയ്യുന്നത് വരെ നമുക്കിതൊന്ന് എന്താ ചെയ്യുക, മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് 2 ഡേ ആണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് താത്ത തരുമോയെന്ന് അറിയത്തില്ല എന്തായാലും. അപ്പോൾ നമ്മൾ അതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും വർത്താനം പറയാം. അയ്യോ, പിന്നെ ഗായ്സ് ഇത് വേറൊരു എന്താ പറയുക സിറമാണ്. കോൺഫിഡെക്സ് എന്ന് പറയുന്ന ഒരു ഫേസ് സിറം. ഇത് അപ്പോൾ ഇതിൻ്റെ താത്താൻ്റെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഡോക്ടർ കൊടുത്തതാണേ. നമുക്ക് ഡോക്ടറെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിനനുസരിച്ചുള്ളത് തരുമല്ലോ ഡോക്ടർ. അങ്ങനെ കൊടുത്തതാണ് ഡോക്ടർ. സോറി വാവ് ഗൈസ്, ഇപ്പം നല്ലൊരു ചന്തം കിട്ടിയിട്ടുണ്ട് എൻ്റെ പുതപ്പൊക്കെ. ഞാൻ അപ്പം തേച്ച് പുതപ്പൊന്നും മടക്കി വെച്ചിട്ടില്ല. ഇതൊരു സ്മെല്ലൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇതിൻ്റെ ടെക്സ്ചർ എനിക്ക് ഇഷ്ടമല്ലാത്തതാണോ. എന്തായാലും ഇതന്നെ തേക്കേണ്ടി വരും. ഇതിപ്പോൾ കഴിയാനായിട്ടുണ്ട്. ഇതോളം എനിക്ക് തരുന്നേ എന്ത് ചെയ്യാനാ. ഇതിപ്പോൾ 2 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു ലൈറ്റ് ഒരു മഞ്ഞ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ ഒരു കളറാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താപ്പോൾ കൊറിയൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലാം വേദൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ അനിയത്തി ഇതിൻ്റെ
ഫേസ് വാഷും പിന്നെ അതിൻ്റെ പീൽ ഓഫ് മാസ്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓഫറുള്ള സമയത്ത് ഇതിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. ഓഫറുണ്ടേ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് കൊറിയൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ചാടി. പിന്നെ പ്രൊഡക്റ്റ് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ഫേസ് വാഷാണ് വാങ്ങിയത്. ഫേസ് വാഷ് ഞാൻ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറില്ല കേട്ടോ. ലൈക്ക് ഇപ്പോൾ എൻ്റെ മോയ്സ്ചറൈസർ കഴിഞ്ഞു, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് 2 വട്ടം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഗ്ലൂട്ടാഹയ മോയ്സ്ചറൈസറാണ്. അത് എനിക്ക് ഇനിയും വേണം, അത് കഴിയാനായിട്ടുണ്ട്. അത് ഞാൻ ഫേസിൽ ഇനി അപ്ലൈ ചെയ്യുന്നില്ല എന്ന് കരുതി. ഫേസിൽ ഇനി വേറെ ഏതെങ്കിലും മോയ്സ്ചറൈസർ നോക്കാമെന്ന് കരുതി. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ അത് ഫേസിനുള്ളതല്ല, അത് ചിലർക്ക് ഫേസ് തേച്ചിട്ട് ഭയങ്കരമായിട്ട് എന്താ പോലെ ഇല്ല ഗ്ലോയും കൂടി പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോ ടൈപ്പിലാണെന്ന് തോന്നുന്നു. അത് ചിലവർക്ക് പറ്റും ചിലവർക്ക് പറ്റില്ല എന്നാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഫേസിനൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഗ്ലോ കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ബോഡിയിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. അല്ലേ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പോഴും എൻ്റെ 2ാമത്തതും കഴിയാനായിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ബോഡിയിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഓർഡർ ചെയ്യാൻ കരുതിയത്. 250-300 ഉള്ളിലുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഗ്ലാംവേദേൻ്റെ റൈസ് ആൻഡ് സെറമൈഡ് മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. സ്കിൻ ബാരിയർ ബിൽഡിങ് എനിക്കറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസിൽ ഞാൻ ഇതുവരായിട്ട് മോയ്സ്ചറൈസർ തേച്ചിലും കൂടുതൽ എനിക്ക് പറ്റിയതെന്ന് പറയുന്നത് ഗ്ലൂട്ടാഹയൻ്റെയാണ് കേട്ടോ. അല്ലാത്ത മോയ്സ്ചറൈസറൊക്കെ തേക്കുമ്പോൾ എൻ്റെ ഫേസ് ലൈക്ക് ഡള്ളാവായിരുന്നു. എല്ലാ കളറും കൂടി പോയിട്ട് അങ്ങനെയാണ് തോന്നാറ്. അപ്പോൾ എനിക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ എന്താണാവോ സൺസ്ക്രീൻ ഞാൻ ഫോക്സ്റ്റെയിലിൻ്റെ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. നല്ലൊരു അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇതേപോലെയൊക്കെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാറുണ്ടോ? എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ എനിക്കിതിൻ്റെ പാക്കേജിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പൊട്ടുന്ന ഗ്ലാസ്സിലാണ് നമുക്കിതൊന്ന് കുഴപ്പമില്ല. ഇതിൻ്റെ റിസൾട്ട് പറയാനായിട്ടില്ലല്ലോ. ഫസ്റ്റ് ടൈം അല്ലേ യൂസ് ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് ഇതെങ്ങനെ ഉണ്ട്, ഇതും ഇതിൻ്റെ സൺസ്ക്രീനും എങ്ങനെ ഉണ്ടെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഗ്ലാംവേദിൻ്റെ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തു. നമ്മുടെ മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിലൊന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൺസ്ക്രീൻ. ഇതിൻ്റെ സെറാമൈഡ് തന്നെ റൈസ് ആൻഡ് സെറാമൈഡ് സൺസ്ക്രീൻ SPF 50 PA+++ ആണ്. എനിക്കിതിൻ്റെ പാക്കേജിങ് ഭയങ്കര ഇഷ്ടപ്പെട്ട പാക്കേജിങ്. ഇതിൻ്റെ കുപ്പി ബോട്ട് നമുക്ക് 2 ഫിംഗർ റൂള് അപ്ലൈ ചെയ്യണോ അതോ വരാതി അതൊക്കെ എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. 2 ഫിംഗർ റൂള് മര്യാദക്കാണ് അപ്ലൈ ചെയ്യാനാണ്. പിന്നെ ഈ 2 ഫിംഗർ റോളൊക്കെ ആണെന്ന് ഞാൻ വിചാരിക്കും. ആർക്കെങ്കിലും ഉണ്ട് അറിയാമെങ്കിൽ പറയണേ. അങ്ങനെ ചെയ്യണം നിർബന്ധമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാം. കുഴപ്പമില്ലാത്ത സ്മെല്ലാണ് ഉള്ളത്. മോയ്സ്ചറൈസറിന് അത്ര സൺസ്ക്രീനിൻ്റെ അഭിപ്രായം എന്തോ ഇട്ട് കഴിഞ്ഞപ്പോൾ സ്മെല്ലും അങ്ങോട്ട് പറ്റണില്ല. ഇതൊരു കുത്തുന്നൊക്കെ ഒരു സ്മെല്ലുണ്ട് ഗൈസ്. ഇവിടെ താഴെ മിറർ. ഞാനിപ്പോൾ ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടൊരു 6 മന്ത് ഒക്കെ ആവാനായി. അതിലേക്ക് മുന്നേ പക്ഷേ ഞാൻ അതിൻ്റെ മുൻപ് തന്നെ ഞാൻ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുമായിരുന്നുണ്ടോ. പക്ഷേ ഇങ്ങനെ ആദ്യം ഫേസ് വാഷ്, പിന്നെ സിറം, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ, അങ്ങനെ ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ ആണ്. ഞാൻ അങ്ങനെ ഇടാറില്ല. പക്ഷെ പിന്നെ ഇതൊന്ന് പുതിയത് നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. അത് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ലൈക്ക് പുറത്ത് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും മറ്റേ കയറിയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഗ്ലോ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ല ചോദിച്ചാൽ ഇല്ല.
എനിക്കൊരു മേക്കപ്പ് ഇട്ടൊക്കെ ഫീല് തോന്നുന്നു. വീഡിയോയിലായിട്ടാണാവോ ഇനി അതോ ശരിക്കില്ല ക്യാമറയിലായിട്ടാണാവോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ. നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.